ഇത് കേന്ദ്രത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു തവണ കൂടി ഇന്ന് അശ്വതി വൈഷ്ണവ് നമ്മളെ സമർത്ഥമായി കേരളത്തെ പറ്റിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഈ ശ്രീധരൻ ഗംഭീര കക്ഷിയാണ്, അദ്ദേഹം അതിഗംഭീര എഞ്ചിനീയറാണ്. ഞാൻ അദ്ദേഹത്തോട് പല ഉപദേശങ്ങളും സ്വീകരിക്കാറുണ്ട്. അദ്ദേഹം പൊന്നാനിയിൽ ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത്. ഒരൊറ്റ ചോദ്യം അതിന് മറുപടി, ഒരു 4 ദിവസം മുമ്പാണല്ലോ ബജറ്റ്. ആ ബജറ്റിൽ ഈ ശ്രീധരൻ പറഞ്ഞ കേരളത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ അതിവേഗ റെയിൽ പാതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, തത്വത്തിലെങ്കിലും റെയിൽവേയുടെ ഏതെങ്കിലും പദ്ധതിയിൽ, ഏതെങ്കിലും ഫയലിൽ ഇങ്ങനൊരു പദ്ധതിയുണ്ടോ? അങ്ങനെ ഒരു പദ്ധതിയുമില്ല. കേരളത്തെ കഴിഞ്ഞ കുറെ വർഷമായി എല്ലാ റെയിൽവേ ബഡ്ജറ്റിലും കൃത്യമായി ആനമുട്ട തന്ന് വഞ്ചിക്കുന്ന അശ്വനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രി വെറും 6 വർഷം കൊണ്ട് 45 ലക്ഷം രൂപ വരുമാനമുള്ള സ്വന്തം കമ്പനിയെ 323 കോടി രൂപ വരുമാനമുള്ള കമ്പനിയാക്കി മാറ്റിയ ഒരു മാജിക് ബിസിനസ്മാൻ ആണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? എന്താണ് BJP നേതാക്കളുടെ അഴിമതി എന്നറിയാൻ ഈ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അധികം പേർക്ക് അറിയാത്തൊരു വസ്തുതയുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് 2006 വരെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു ഒഡീഷ കേഡർ IAS ഓഫീസറാണ്. എന്നാൽ 2010 സർവീസിൽ നിന്നുള്ള നിർബന്ധിത വിരമിക്കലിന് ശേഷം 2015 അദ്ദേഹം ഒഡീഷയിലേക്ക് ഒരു കച്ചവടക്കാരന്റെ രൂപത്തിൽ വീണ്ടും കടന്നു വരുന്നത്. 2015 ഒറീസയിൽ അശ്വനി വൈഷ്ണവ് അഡ്ലർ എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ച വർഷം തന്നെ കമ്പനി 45 ലക്ഷം രൂപ റവന്യൂ ഉണ്ടാക്കുന്നു. ഈ കമ്പനി ആദ്യ വർഷങ്ങളിൽ ഒരൊറ്റ കമ്പനിക്ക് മാത്രമാണ് സേവനങ്ങൾ നൽകിയത്. ആ കമ്പനിയുടെ പേര് ത്രിവേണി എർത്ത് മൂവേഴ്സ്. B പ്രഭാകരൻ എന്ന ഒഡീഷയിലെ ഏറ്റവും കുപ്രസിദ്ധനായ മൈനിങ് മാഫിയ തലവന്റെ കമ്പനി. ഒഡീഷയിലെ മൈനിങ് മേഖലയെ കുറിച്ച് പഠിച്ച MB ഷാ കമ്മീഷൻ വലിയ ആരോപണങ്ങളാണ് അവരുടെ റിപ്പോർട്ടിൽ ഈ പ്രഭാകരനും അയാളുടെ ത്രിവേണി കമ്പനിക്കുമെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. മുൻ IAS ഉദ്യോഗസ്ഥനും മൈനിങ് മാഫിയ തലവനും തമ്മിലുള്ള ബന്ധം പിന്നീട് പൂത്തുലഞ്ഞു. വൈഷ്ണവിന്റെ അഡ്ലർ കമ്പനിക്ക് 111 കോടി രൂപയുടെ പെർഫോമൻസ് ഗ്യാരണ്ടി നൽകുന്ന നിലയിലേക്ക് വരെ അത് വളർന്നു. 2021 ആകുമ്പോഴേക്കും വൈഷ്ണവിന്റെ അഡ്ലർ കമ്പനിയുടെ ആകെ വരുമാനം 323 കോടി രൂപയായി വളർന്നു കഴിഞ്ഞു. അതായത് വെറും 6 വർഷം കൊണ്ട് ലാഭം 45 ലക്ഷത്തിൽ നിന്ന് 323 കോടി രൂപയായി മാറുന്നു. എന്തൊരു മാജിക് അല്ലേ! ഇതിനിടെ മറ്റൊരു കാര്യവും നടന്നു. 2019 ഒഡീഷയിലെ അന്നത്തെ ഭരണകക്ഷിയായ BJDയും പ്രതിപക്ഷമായ BJPയും ഒന്നിച്ച് അശ്വനി വൈഷ്ണവിനെ രാജ്യസഭാ അംഗമാക്കി മാറ്റി. എന്താ അല്ലേ! 2025 ജനുവരിയിലാണ് ന്യൂസ് ലോണ്ടറി എന്ന സ്വതന്ത്ര മാധ്യമം അശ്വനി വൈഷ്ണവിന്റെ ആരെയും അതിശയിപ്പിക്കുന്ന ഈ സാമ്പത്തിക വളർച്ച തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുന്നത്. ഈ നിമിഷം വരെ റെയിൽവേ മന്ത്രി ഇതിനെ തള്ളിപ്പറഞ്ഞു പോലും രംഗത്ത് വന്നിട്ടില്ല. സംഗതി സത്യമാണെന്ന് മന്ത്രിയും സമ്മതിച്ചു. ഈ മന്ത്രി നമ്മുടെ കേരളത്തിന് അതിവേഗ റെയിലും വമ്പൻ പദ്ധതികളും ഒക്കെ നൽകുമെന്ന് പ്രതീക്ഷിച്ച നമ്മൾ മലയാളികളുടെ ഭാഗത്തല്ലേ ശരിക്കും തെറ്റ്?